യോഹന്നാന്റെ സുവിശേഷത്തിലെ ഇരുള് വെളിച്ചം. ലോകമെന്ന് പറയുന്നത് എപ്പോഴും ഇരുട്ടാണ്. യേശുവാണ് എപ്പോഴും വെളിച്ചം എന്ന് പറയുന്നത്. യേശുവിനെ വെളിച്ചമായി കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ലോകത്തെ ഇരുളുമായി കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പലാണ്, ഒരു സൂചനയാണ്. ലൈറ്റ് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ, വഴിയുടെ, കാര്യങ്ങൾ കൃത്യമായി കാണുന്ന അനുഭവങ്ങളുടെ സൂചനയാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ വഴി മുമ്പിലുണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയാത്ത അനുഭവങ്ങളെയാണ് ഇരുട്ട് സൂചിപ്പിക്കുന്നത്. അപ്പം മെറ്റഫറുകൾ, സൂചനകളൊക്കെ, അലങ്കാരങ്ങളും സൂചനകളൊക്കെ ബൈബിളിൽ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഐറണി, വിരോധാഭാസങ്ങൾ, തമ്മിൽ ചേരാത്ത കാര്യങ്ങളും ബൈബിളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വ്യാഖ്യാനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തത്. ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ, അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അത് മറ്റൊന്നുമല്ല, ലിറ്റററി സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനാണ്. ബൈബിളിനെ മാത്രമല്ല, എല്ലാ മതഗ്രന്ഥങ്ങളെയും വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ലിറ്റററി സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലിറ്റററിനെസ്, ലിറ്ററേച്ചർ എന്നൊക്കെയുള്ള പദം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സാഹിത്യ ഭാഗങ്ങളാണ് അതെല്ലാം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഈ ലിറ്റററി അപ്രോച്ച് ബൈബിളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ബൈബിളിനെ തന്നെ നമ്മളൊരു ലിറ്ററേച്ചറായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. ബൈബിൾ ആസ് ലിറ്ററേച്ചർ. കാരണം ബൈബിളിൽ ഒത്തിരി ലിറ്റററി എലമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് കഥകളുണ്ട്, അതിനകത്ത് പാട്ടുകളുണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് ധാരാളം റട്ടറിക്കൽ ക്വാളിറ്റീസ്, വാഗ്പാടവങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ധാരാളം പദങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബൈബിളിനെ അതിൻ്റെ ദൈവശാസ്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബൈബിളിനെ ഒരു ലിറ്ററേച്ചറായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ബൈബിളിനെ നമ്മൾ ലിറ്ററേച്ചറായി കാണുന്നത് ഒരിക്കലും ഒരു തെറ്റായ പ്രവണതയല്ല. ചില ആളുകളൊക്കെ പലപ്പോഴും ബൈബിളിനെ ഒരു സാഹിത്യ ഗ്രന്ഥമായി കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ബൈബിളിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അത്തരം ആളുകളുടെ അവസ്ഥയുടെ ഒരു 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 ശോച്യാവസ്ഥയാണ് കൃത്യമായും അത് കാണിക്കുന്നത്. ബൈബിൾ ഒരു ലിറ്ററേച്ചർ തന്നെയാണ്. അപ്പോൾ തന്നെ ബൈബിളിലെ തിയോളജിക്കലായിട്ടുള്ള സിഗ്നിഫിക്കൻസിനെ, ദൈവശാസ്ത്രപരമായ പ്രാധാന്യങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ബൈബിളിനെ ഒരു സാഹിത്യ ഗ്രന്ഥമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമതായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ലിറ്റററി സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ട് ബൈബിളിനെ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ബൈബിളിൽ എങ്ങനെയാണ് ലിറ്ററേച്ചർ അപ്ലൈ ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രാരംഭമായി ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ജോണർ അവയർനെസ് ഉണ്ടായിരിക്കും. ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ സാഹിത്യ മേഖലകൾ ബൈബിളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അതാ ജോണർ എന്ന് പറയുന്നത്. ജോണർ എന്ന് പറഞ്ഞാൽ നോവൽ ഒരു ജോണറാണ്, അതുപോലെ തന്നെ കവിതകൾ ഒരു ജോണറാണ്, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ എഴുത്തുകൾ ഒരു ജോണറാണ്, ഡോക്യുമെൻ്ററീസ് ഒരു ജോണറാണ്. കവിതയ്ക്കകത്ത് തന്നെ ധാരാളം വ്യത്യസ്ത മേഖലകളെ ചർച്ച ചെയ്യുന്ന കവിതകൾ ജോണറുകളാണ്. അപ്പം അതിന് ജോണറുകളും നമുക്ക് പറയാനായി കഴിയും. അപ്പോൾ ഒന്നാമതായി നമ്മൾ ബൈബിളുമായി ബന്ധപ്പെട്ട്, ബൈബിളിൻ്റെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ജോണർ അവയർനെസ് നമുക്കുണ്ടായിരിക്കണം. ബൈബിളിൻ്റെ ദൈവശാസ്ത്രപരമായ പ്രാധാന്യങ്ങളെ നമ്മൾ കുറച്ച് കാണിച്ചുകൊണ്ടല്ല ഈ പഠനം സാധ്യമാക്കുന്നത് എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്, ബൈബിളിൽ നറേറ്റീവുകളുണ്ട്, ധാരാളം കഥകളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതലുള്ള, പ്രളയം മുതലുള്ള, അബ്രഹാമിൻ്റെ മേലുള്ള വിളി മുതലുള്ള, അബ്രഹാം, ഇസാക്ക്, യാക്കൂബ് പിതാക്കന്മാരെ കുറിച്ചുള്ള ചരിത്രങ്ങൾ അടങ്ങിയ ധാരാളം നറേറ്റീവ്സുകളുണ്ട്. കഥകൾ പോലെയുള്ള രചനാരീതികൾ അവിടെയുണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ബെന്തക്കോസ്ത് നാൾ മുതലുള്ള, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള നറേറ്റീവ്സ് അവിടെ കൃത്യമായിട്ട് പറയുന്നു. ഈ നറേറ്റീവ്സ് എന്ന് പറയുന്നത് വെറുതെ പറയുന്നൊരു കാര്യമല്ല. ഒരു തുടക്കത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ സഞ്ചാരത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായി പറയുന്ന ചരിത്രപരമായ വസ്തുതകളാണ് നറേറ്റീവ് എന്ന് പറയുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം, അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ചും അതുപോലെ തന്നെ
ദൈവശാസ്ത്രപരമായ പല തുടക്കങ്ങളെക്കുറിച്ചും പറയുന്ന പുസ്തകമാണ് എങ്കിൽ അപ്പോസ്തല പ്രവർത്തനത്തിന്റെ പുസ്തകം പഴയ പുതിയ നിയമസഭയുടെ തുടക്കത്തെക്കുറിച്ച്, ബെന്തക്കോസ്ത് അനുഭവങ്ങളുടെ തുടക്കത്തെക്കുറിച്ച്, പൗലൂസിന്റെയും പത്രോസിന്റെയും ഒക്കെ മിഷണറി ജീവിതത്തെക്കുറിച്ച് കൃത്യമായി പറയുന്ന പുസ്തകങ്ങളാണ്. അതുപോലെ ബൈബിളിൽ പൊയട്രി ഉണ്ട്, കവിതയുണ്ട്. സങ്കീർത്തനങ്ങൾ പോലെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങൾ അതുപോലെ തന്നെ പ്രോവേർബ്സ് പോലെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോഴൊക്കെ അതിനകത്ത് കവിതകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫറ്റിക്കൽ ഗ്രന്ഥങ്ങളുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകമൊക്കെ പ്രോഫറ്റിക്കൽ ഗ്രന്ഥങ്ങളാണ്. വിസ്ഡം ലിറ്ററേച്ചറുണ്ട്. പ്രോവേർബ്സ് പോലെയുള്ള പുസ്തകങ്ങൾ കവിത അതിലുണ്ടെങ്കിൽ തന്നെയും അതിനകത്ത് വിസ്ഡം ലിറ്ററേച്ചർ, ജ്ഞാനസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ബൈബിളിൽ പാരബിൾസ്, ഉപമകൾ പറയുന്നുണ്ട്. യേശുവിൻ്റെ പഠിപ്പിക്കലുകളിലൊക്കെ നമുക്ക് ഉപമകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ ബൈബിളിൽ അപ്പോക്കാലിപ്റ്റിക് ആയിട്ടുള്ള ഭാവി കാല സംബന്ധിയായ കാര്യങ്ങൾ വെളിപ്പാട് പോലെയുള്ള പുസ്തകങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ എല്ലാ പുസ്തകങ്ങളും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയല്ല, മറിച്ച് ബൈബിൾ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ ചരിത്രം നമ്മൾ പറയുന്നുണ്ട്, ഇതിൻ്റെ സാഹിത്യപരമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അതിൻ്റെ ദൈവശാസ്ത്രപരമായ പ്രാധാന്യത്തെ വില കുറച്ച് നമ്മൾ കാണുന്നില്ല. ഒന്നാമതായി നമുക്ക് വേണ്ടുന്നത് ജോണർ അവയർനെസ് ആണ്. ബൈബിളിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. ബൈബിളിൽ കവിതയുണ്ടെന്ന് മനസ്സിലാക്കണം, ബൈബിളിൽ കഥകളുണ്ടെന്ന് മനസ്സിലാക്കണം, ബൈബിളിൽ ജ്ഞാനമുണ്ടെന്ന് മനസ്സിലാക്കണം, ബൈബിളിൽ ഭാവികാല സംഗതികൾ പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കണം, ബൈബിളിൽ ഉപമകൾ പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഈ കാര്യങ്ങളെല്ലാം തന്നെ ലിറ്റററി ജോണേഴ്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ബൈബിളിൻ്റെ ഒരു നറേറ്റീവ് സ്ട്രക്ചർ, അതിൻ്റെ എഴുത്ത് ഘടന, അത് പറയുന്നൊരു രീതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ബൈബിളിലെ ഓരോ കാര്യങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ബൈബിളിൽ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്, പ്ലോട്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കോൺഫ്ലിക്റ്റുകളെ കുറിച്ച്, നമ്മൾ ക്ലൈമാക്സുകളെ കുറിച്ച് പഠിക്കാറുണ്ട്, അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പം ബൈബിളിൽ ഒരു പ്ലോട്ടുണ്ട്. ബൈബിളിൽ പലയിടങ്ങളിൽ പല കഥകളുണ്ട്, അതിന് കഥാതന്തുക്കളുണ്ട്. ആ കഥാതന്തുക്കൾ ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതം എടുക്കുകയാണെങ്കിൽ, അബ്രഹാമിനെ ദൈവം ഊരിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു വലിയ ചരിത്രം, അല്ലെങ്കിൽ വലിയൊരു കഥ ആരംഭിക്കുമ്പോൾ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു പ്ലോട്ട് അവിടെയുണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ട്. വരുന്ന വഴിയിൽ അബ്രഹാമിനുണ്ടാകുന്ന വളർച്ച, സാറയുടെ കൂടെയുള്ള ഒരു ജീവിതം, അതുപോലെ തന്നെ പിന്നീട് മക്കളുടെ കൂടെയുള്ള ജീവിതം, ഹാഗാറുമായി ബന്ധപ്പെട്ടൊരു ജീവിതം, അതുപോലെ ഇസ്മായിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ കുറെ കോൺഫ്ലിക്റ്റുകളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, സാറയ്ക്കും ഹാഗറിനും ഇടയിലുണ്ടായ കോൺഫ്ലിക്റ്റുകൾ അറിയാം. പിന്നെ അതിനുള്ള ക്ലൈമാക്സിൽ എത്തുന്നു. ഈ യജമാനന്റെ വീട്ടിൽ നിന്ന് ഈ ദാസിയായ പെൺകുട്ടി മറ്റിടത്തേക്ക് മടങ്ങിപ്പോകേണ്ടതായി വരുന്നു. അങ്ങനെ അതിന് പരിഹാരം കണ്ടെത്തുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ കൃത്യമായി പറയുന്നുണ്ട്. നറേറ്റീവ് സ്ട്രക്ചർ അങ്ങനെയാണ്. അപ്പം നമ്മൾ ചുമ്മാതെ ഒരു വാലും തലയില്ലാത്തൊരു കാര്യം പറയുകയല്ല. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിന് കൃത്യമായൊരു കഥാതന്തുണ്ട്. ആ കഥാതന്തു ചർച്ച ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് മുന്നോട്ട് പോകുമ്പോൾ അവർ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിൽ എത്താറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്ലൈമാക്സിന് ശേഷം അതിനൊരു പരിഹാരവും ഉണ്ടാകാറുണ്ട്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, ശിംശോന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ, ശിംശോൻ നാസീർ വ്രതക്കാരനായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവവിളിയുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ പിന്നീടുള്ള യാത്രയിൽ അയാൾ ഒത്തിരി ആളുകളെ പരിചയപ്പെടുകയും അയാളുടെ ജീവിതം പിന്നീട് ഒത്തിരി സങ്കീർണമായി മാറുകയും ചെയ്യുന്നുണ്ട്. ദൈവിക ഇഷ്ടം എന്ന് പറയുന്നത് ഫെലിസ്ത്യരെ പരാജയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം വിളിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ പിന്നീടൊക്കെ യാത്ര ചെയ്തു പോകുമ്പോൾ അയാളുടെ ശക്തിയൊക്കെ ചോർന്നു പോവുകയും ദലീലയോട് അദ്ദേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള രഹസ്യമൊക്കെ പറയുകയും പിന്നീട് ഒരു വളരെ കോൺഫ്ലിക്റ്റ് സ്റ്റേജിൽ എത്തുകയും ക്ലൈമാക്സിൽ അദ്ദേഹം ദാഗോന്റെ ക്ഷേത്രത്തിൽ മാവ് കുഴച്ച് അവിടെ കൊണ്ട് ആ ക്ഷേത്രം വീണ് മരിക്കുന്നതുകൊണ്ട് അത് അവസാനിക്കുകയാണ്. ബൈബിളിൽ ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബൈബിള് ഫോക്കസ് ചെയ്യുന്നത്, ഇത് കൃത്യമായി ലിറ്റററി സ്കൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഫോക്കസ് ചെയ്യുന്നത് ഹൗ ദ സ്റ്റോറി ഈസ് ടോൾഡ്, എങ്ങനെയാണ് ഈ കഥ പറയുന്നത് എന്നുള്ളതാണ്. സംഭവിച്ചൊരു കാര്യം എന്ത് എന്നതിനേക്കാൾ ഉപരിയായി എന്ത് സംഭവിച്ചു എന്നതിനേക്കാൾ ഉപരി സംഭവിച്ച കാര്യം എങ്ങനെ പറയുന്നു എന്നുള്ളത് ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, യോസേഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് അയാൾ കൃതാർത്ഥനായി തീർന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്.
യോസേഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു, ദൈവം അയാളെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാതെ യോസേഫ് പോകുന്ന ഓരോ വഴികളും കൃത്യമായി ആ കഥ കൃത്യമായി ബൈബിളിൽ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ രൂത്തിന്റെ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ രൂത്തിന്റെ പുസ്തകത്തിനകത്ത് കുറേ തീമുകൾ പറയുന്നുണ്ട്. ആ തീമിലെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അതിന് ആ ഒരു ലിറ്റററി സ്ട്രക്ചർ അവിടെയുണ്ട്, ഒരു സാഹിത്യ ഘടന അവിടെയുണ്ട്. രൂത്ത് സഞ്ചരിക്കുന്ന വഴികളുണ്ട്, അവസാന രൂത്തിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്, രൂത്തിന് ലഭിക്കുന്ന വീണ്ടെടുപ്പിനെ പറ്റിയൊക്കെ അവിടെ കൃത്യമായിട്ട് പറയുന്നു. അപ്പം നറേറ്റീവ് സ്ട്രക്ചർ ബൈബിളിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത് ഈ ബൈബിളിൻ്റെ ഒരു ഡിഫറെൻറ്റ് ജോണേഴ്സ് ബൈബിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നറേറ്റീവ് സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കണം. മൂന്നാമതായി ക്യാരക്ടറൈസേഷൻ, ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പഠനം ലിറ്റററി സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ കൃത്യമായി അവർ പറയുന്നുണ്ട്. അതായത് സ്റ്റഡീസ് ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ് ആസ് ലിറ്റററി ഫിഗേഴ്സ്, ചരിത്ര അല്ലെങ്കിൽ സാഹിത്യ ആളുകളായി തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ഫിഗേഴ്സായിട്ട് തന്നെയാണ് ഓരോ ബൈബിൾ ക്യാരക്ടേഴ്സിനെയും ലിറ്റററി സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ കൃത്യമായി പറയുന്നത്. ഓരോ ക്യാരക്ടറിലും ലിറ്റററി ഫിഗേഴ്സ് അവരുടെ ആക്ഷൻസ്, അവരുടെ ഡയലോഗ്സ്, അവരുടെ മോട്ടിവേഷൻസ്, അവരുടെ സിംബോളിക് റോൾസ് ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ദാവീദ് എന്ന് പറയുന്ന കഥാപാത്രം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ശമൂവേൽ നമ്മൾ പഠിക്കുമ്പോൾ ദാവീദിനെ സംബന്ധിച്ച് ഒത്തിരി ഒത്തിരി റോൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരു ഹീറോയാണ്, അതേസമയത്ത് ഒരു പാപിയായ മനുഷ്യനാണ്, അതേസമയത്ത് ഒരു രാജാവാണ്, അതേസമയത്ത് ഒരു കവി കൂടെയാണ്. അപ്പോൾ ഈ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഓരോ ആളുകളെ കുറിച്ചുള്ള കൃത്യമായ പഠനമാണ്. ഉദാഹരണമായി ഞാൻ പറഞ്ഞത് ദാവീദിൻ്റെ കാര്യം. ദാവീദ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പല ഭാവങ്ങൾ, പല രൂപങ്ങൾ, പല ഇമോഷണൽ ഡെവലപ്മെന്റ്സ് നമുക്ക് കാണാൻ കഴിയും. ഒരു ഹീറോ ആയിട്ട് വരുന്നു, ഗോലിയാത്തിനെ കൊല്ലുന്ന സമയത്ത് അദ്ദേഹം ഒരു ഹീറോ ആയിട്ടാണ് വരുന്നത്. എന്നാൽ പിന്നീട് ബത്ശേബയോടുള്ള ബന്ധത്തിൽ അയാളൊരു പാപിയായി പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു രാജാവാണ്. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു വനാന്തരങ്ങളിലൊക്കെ പാട്ടുകൾ പാടുന്ന ഒരു കവി കൂടെയാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നുള്ള മനോഹരമായ കവിതകളൊക്കെ അദ്ദേഹം പാടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ക്യാരക്ടറൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലിറ്റററി ഡിവൈസസ് കൃത്യമായി ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പൊതുവെ പറയുമ്പോൾ ആത്മപ്രേരിതമാണ് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം. അതുപോലെ തന്നെ ദൈവാത്മാവിൻ്റെ ഒരു 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 സ്വാധീനം ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതൊരു ലിറ്റററി ടെക്സ്റ്റായിട്ട് തന്നെ, ലിറ്ററേച്ചറായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് ധാരാളം ലിറ്റററി ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ലിറ്റററി ഡിവൈസസുകൾ, ഇത്തരം ഉപകരണങ്ങൾ എന്തുകൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വായനക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ലിറ്റററി ഡിവൈസസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ കവിതകളൊക്കെ പഠിപ്പിക്കുമ്പോൾ സിമിലി എന്താണെന്നും മെറ്റഫർ എന്താണെന്നും ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. സിമിലി എന്ന് പറയുന്നതും മെറ്റഫർ എന്ന് പറയുന്നതും ഒരേപോലെയുള്ള കാര്യങ്ങളാണ്. രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ ചേർത്ത് താരതമ്യപ്പെടുത്തുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ ക്യാമൽ ഈസ് ദ ഷിപ്പ് ഓഫ് ഡെസേർട്ട് എന്ന് പറയും. മരുഭൂമിയിലെ ഷിപ്പാണ് ക്യാമൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ക്യാമൽ എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഷിപ്പുമായിട്ട്, കപ്പലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പം ഇത് മെറ്റഫറാണ്. എന്നാൽ സിമിലി എന്ന് പറയുമ്പോൾ ഇതേ കാര്യം തന്നെ ഇതിനിടയ്ക്ക് പോലെ എന്ന അർത്ഥം വരുന്ന ആസ് അല്ലെങ്കിൽ ലൈക്ക് ചേർത്താൽ ഇത് സിമിലി ആയിട്ട് മാറി. ദ ക്യാമൽ ഈസ് ദ ഷിപ്പ് ഓഫ് ഡെസേർട്ട് എന്നുള്ളത് ദ ക്യാമൽ ഈസ് ലൈക്ക് ഷിപ്പ് ഓഫ് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ അത് സിമിലി ആയി മാറി. ഇതാണ് ഈ ലിറ്റററി ഡിവൈസസ് എന്ന് പറയുന്നത്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ലിറ്റററി ഡിവൈസ് ഉണ്ട്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ, ജീവനുള്ള ആളുകളുടെ ഗുണഗണങ്ങൾ ജീവനില്ലാത്ത വസ്തുക്കളിലേക്ക് നമ്മൾ സന്നിവേശിക്കുന്നതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് മരണത്തിൻ്റെ തണുത്ത കൈകളെന്ന് പറയാറുണ്ട്. ദ ഐസി ഹാൻഡ്സ് ഓഫ് ഡെത്ത് എന്ന് പറയാറുണ്ട്. ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന കവിതയിൽ ജെയിംസ് ഷേർലി പറയുന്നൊരു കാര്യമുണ്ട്. മരണത്തിൻ്റെ തണുത്ത കൈകൾ ദരിദ്രരെയും കർഷകരെയും രാജാക്കന്മാരെയും ഒരേപോലെ അവരെ സ്പർശിക്കുമെന്ന് പറയാറുണ്ട്. മരണത്തിന് ഒരിക്കലും തണുത്ത കൈയില്ല. മരണം എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു നൗണാണ്.
എന്നാൽ ആ മരണത്തിന് നമ്മൾ മനുഷ്യന്റെ ഒരു ഒരു അവയവം അല്ലെ മനുഷ്യന്റെ ഒരു ഗുണഗണം കൊടുക്കുമ്പോൾ അത് പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് മാറുന്നു. അങ്ങനെ ധാരാളം ലിറ്റററി ഡിവൈസസുകൾ കവിതകളിൽ ഉപയോഗിക്കാറുണ്ട്. ബൈബിളിലും ലിറ്റററി ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മെറ്റഫർ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സിംബോളിസം, സിംബലുകൾ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന ഇരുളും വെളിച്ചം എന്ന് പറയുന്ന കാര്യം, യോഹന്നാന്റെ സുവിശേഷത്തിലെ ഇരുള് വെളിച്ചം, ലോകം എന്ന് പറയുന്നത് എപ്പോഴും ഇരുട്ടാണ്, യേശുവാണ് എപ്പോഴും വെളിച്ചം എന്ന് പറയുന്നത്. യേശുവിനെ വെളിച്ചവുമായി കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ലോകത്തെ ഇരുളുമായി കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പലാണ്, ഒരു സൂചനയാണ്. ലൈറ്റ് എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ, വഴിയുടെ, കാര്യങ്ങൾ കൃത്യമായി കാണുന്ന അനുഭവങ്ങളുടെ സൂചനയാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ വഴി മുമ്പിലുണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയാത്ത അനുഭവങ്ങളെയാണ് ഇരുട്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ മെറ്റഫറുകള്, സൂചനകളൊക്കെ, അലങ്കാരങ്ങളും സൂചനകളൊക്കെ ബൈബിളിൽ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഐറണി, വിരോധാഭാസങ്ങൾ, തമ്മിൽ ചേരാത്ത കാര്യങ്ങളും ബൈബിളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യോനയോട് ദൈവം പറഞ്ഞു നിനവയ്ക്ക് പോകണം. യോന കപ്പൽ കയറി തർസീസിലേക്ക് പോയി എന്നാണ് പറയുന്നത്. തർസീസിലേക്ക് പോയ യോന ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആളായിരുന്നു. എന്നാൽ വിരോധാഭാസം എന്ന് പറയുന്നത് കുറെ കഴിയുമ്പോൾ ദൈവം തിരിച്ച് അയാളെ നിനവിലേക്ക് കൊണ്ടിടുകയും നിനവയിലെ ആളുകൾക്ക് മാനസാന്തര അനുഭവം ഉണ്ടാകാൻ ദൈവം അയാളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതാണ് ആ ലിറ്ററേച്ചറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ തന്നെ, ഒറ്റ മനുഷ്യൻ തന്നെ അയാൾ ഒരു തീരുമാനം ഒരിക്കലും എടുക്കുകയും കുറെ കഴിയുമ്പോൾ അയാളുടെ തീരുമാനത്തെ മുഴുവനും മാറ്റി വേറൊരവസ്ഥയിലേക്ക് അയാൾ മാറുകയും ചെയ്യുന്ന ഐറണി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ പാരലലിസം ബൈബിളിൽ പറയുന്നുണ്ട്. റെപ്പറ്റീഷൻ പലപ്പോഴും ബൈബിളിൽ പ്രാധാന്യത്തോടു കൂടി പറയുന്നു. റെപ്പറ്റീഷനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് അസോണൻസ് എന്ന് നമുക്ക് വേണേൽ പറയാം. വൗവൽ സൗണ്ടുകളുടെ ഒരു റെപ്പറ്റീഷൻ ബൈബിളിലുണ്ട്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, അല്ലെങ്കിൽ ഐ ആം ദ ഡോർ എന്നൊക്കെ പറയുന്നത്. ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും. ഐ ആം സീയിങ്സ് എന്ന് പറയുന്നത് റെപ്പറ്റീഷൻസ് ആണ്. അപ്പൊ ഇത്തരം ലിറ്റററി ഡിവൈസസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ബൈബിൾ നമുക്ക് വളരെ മനോഹരമായി തോന്നുന്നത്. ഏതൊരു പുസ്തകവും ആളുകൾ വായിക്കുന്നത് അതിനകത്ത് വായനയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ചില ഘടകങ്ങളുണ്ട്. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് ഈ അയാം സെയിങ്സ് ഒക്കെ ഇല്ലെങ്കിൽ ആ സുവിശേഷം ഒരിക്കലും ഒരു അർത്ഥപൂർണമായ അല്ലെങ്കിൽ വായനക്കാരന് വായിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമായി മാറുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. തന്നെയുമല്ല, ഈ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകങ്ങൾ ആക്ച്വലി അതൊരു ഒരു ഗൈഡൻസിന്റെ പുസ്തകം കൂടെയാണ്, കൗൺസിലിങ്ങിന്റെ പുസ്തകം കൂടെയാണ്. സങ്കീർത്തനങ്ങൾ വായിക്കുന്ന പല ആളുകളും സങ്കീർത്തന വായന ഒരു പരിധി വരെ ഒക്കെ നിർത്തിവെച്ചിട്ട് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം വായിക്കാറുണ്ട്. കാരണം ധാരാളം ജ്ഞാനം അത് പകർന്നു കൊടുക്കുന്നതുകൊണ്ടാണ് ആ പുസ്തകം ആളുകൾ വായിക്കാറുള്ളത്. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ യൂണിറ്റി ആൻഡ് കോഹറൻസ്, ഞാൻ എൻ്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേട്ടൊരു വാക്കാണ് ഈ കൊഹറൻസ് അല്ലെങ്കിൽ യൂണിറ്റി എന്ന് പറയുന്നത്. ഏതൊരു പുസ്തകം എഴുതിയാലും അതിൻ്റെ അധ്യായങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം. ഒരു എസ്സേ നമ്മൾ എഴുതുമ്പോൾ, ഒരു ഉപന്യാസം നമ്മൾ എഴുതുമ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുന്നു. ആ ഉപന്യാസത്തിന് 5 പാരഗ്രാഫ് അല്ലെ 6 പാരഗ്രാഫ് ഉണ്ടെങ്കിൽ ആ 6 പാരഗ്രാഫിലും നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചുരുക്ക സംഗതി നമ്മൾ ആ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ കൊടുക്കാറുണ്ട്. അതിനുശേഷമാണ് നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ അവസാനം വരുമ്പം തേർഡ് പാരഗ്രാഫിലേക്കുള്ളൊരു സൂചന നമ്മൾ അവിടെ ഇട്ട് കൊടുക്കും. തേർഡ് പാരഗ്രാഫ് തീരുമ്പോൾ ഫോർത്തിലേക്കുള്ളൊരു സൂചന തേർഡ് പാരഗ്രാഫിൻ്റെ അവസാനം നമ്മൾ കൊടുക്കാറുണ്ട്. അതിനാണ് കൊഹറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാലും ചേലും ഇല്ലാത്തൊരു പുസ്തകമല്ല ബൈബിൾ എന്ന് മനസ്സിലാക്കണം. നമ്മൾ ബൈബിൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന പല ആളുകളും ഏതെങ്കിലുമൊക്കെ ഒരു വാക്യം എടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളുകളെ കോരിത്തരിപ്പിക്കുകയും അല്ലെങ്കിൽ ആളുകളെ ഒരു വൈകാരികമായ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം ആ ഒരു വാക്യത്തിനകത്തൂടെ മാത്രമേ ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്തരം വൈകാരികത എന്ന് പറയുന്നത് വളരെ
ടെമ്പററി ആയിട്ടുള്ളത്. നിങ്ങൾ അതിനെ ഉപയോഗിക്കുമ്പോൾ അത് വളരെ ക്ഷണികമായി താൽക്കാലികമായി നിലനിൽക്കുന്ന ഒരു അനുഭവമായിട്ട് നിങ്ങൾ അതിനെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം വായിക്കുമ്പോൾ ഈ പുസ്തകങ്ങൾക്കൊരു യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കണം, ഇതിനൊരു തുടർച്ചയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇത് കൊഹറൻ്റ് ആണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ പുസ്തകം വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് എഴുതിയിട്ടുള്ളത് എങ്കിലും ഒരു ആകമാനം മൊത്തത്തിലുള്ളൊരു സന്ദേശത്തിന് അവർ ചില കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വീട് നമ്മൾ പണിയുന്നു, വീട് പണി തീരുന്നിടം വരെ നമുക്ക് ആ മേശിരിയുടെ ആവശ്യമില്ല. നമ്മൾ അതിന് അടിസ്ഥാനം ഇടുന്നു, പിന്നെ അതിന് കട്ട നമ്മൾ കെട്ടുന്നു, അപ്പോൾ ആശാരിയുണ്ട്, പുള്ളി ജനൽ പണിയുന്നു, പെയിൻ്റ് അടിക്കാൻ വരുന്ന ആൾ ഇത് മേശിരി ഇത് സിമെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം പെയിൻ്റ് അടിക്കാൻ വരുന്ന ആൾ അതിന് പെയിൻ്റ് അടിക്കുന്നു, അതിനിടയ്ക്ക് ഇലക്ട്രീഷ്യൻ വരുന്നു, അതിനിടയ്ക്ക് പ്ലംബർ വരുന്നു, ഒത്തിരി ആളുകൾ അതിനിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ബൈബിൾ അങ്ങനെ ഒരു പുസ്തകമാണ്, ഒത്തിരി ആളുകൾ വന്നു പോയൊരു പുസ്തകമാണ്. അവരുടെ ഗുണഗണങ്ങളോ അവരുടെ കഴിവുകേടുകളോ ഒന്നും അല്ല ഇവിടെ പ്രസക്തി എന്ന് പറയുന്നത്. അവർ വന്നു പോകുമ്പോൾ ആക്ച്വലി ദേ ആർ കോൺട്രിബ്യൂട്ടിങ് സംതിങ് ടു ദ ഹോൾ മെസ്സേജ്. ആ ആകമാന സന്ദേശത്തിന്, ബൈബിളിൻ്റെ ആകമാന സന്ദേശം എന്ന് പറയുന്നത് റിഡംഷനാണ്, വീണ്ടെടുപ്പാണ്. ആ വീണ്ടെടുപ്പ് എന്ന് പറയുന്ന ആ സന്ദേശത്തിന് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാസേജുകൾ തമ്മിൽ, പുസ്തകങ്ങൾ തമ്മിൽ, തീമുകൾ തമ്മിലൊക്കെ ഒരു കണക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. തന്നെയുമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ലിറ്റററി സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ പഠിച്ചു, ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ പഠിച്ചു. ഇതിനെ നമ്മൾ ഓരോന്നിനെയും പഠിക്കുമ്പോൾ നമ്മൾ ബൈബിൾ എന്ന പുസ്തകത്തെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ പഠിക്കുന്നതിലൂടെ, കേൾക്കുന്നതിലൂടെ, എഴുതുന്നതിലൂടെ ഒരിക്കലും അതിൻ്റെ ഒരു തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് കുറഞ്ഞു പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യമായി പലപ്പോഴും ഇത്തരം പഠനങ്ങളെ നമ്മൾ തരം താഴ്ത്താറുണ്ട്. നമുക്കിഷ്ടമല്ല ഇത് കേൾക്കാൻ, നമുക്ക് പഠിക്കാൻ ഇഷ്ടമല്ല, നമുക്കിഷ്ടമല്ലാത്തതെല്ലാം പൈശാചികമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന അത് തന്നെയാണ്. ചെണ്ട നമുക്കിഷ്ടമല്ല, കാരണം നമ്മളത് ഉപയോഗിക്കുന്നില്ല. ചെണ്ട ഉപയോഗിക്കുന്നത് മറ്റേ പറക്കെഴുന്നള്ളിപ്പിനും അതുപോലെ തന്നെ അമ്പലത്തിലെ കാര്യങ്ങൾക്കുമാണ് ചെണ്ട ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇടയിലുള്ള ആളുകൾക്ക് ചെണ്ട ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു മഹാൻ വന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ മഹാനെ പറ്റി ഞാൻ പഠിച്ചപ്പോൾ അയാൾ 2-3 പെൺകുട്ടികളെ ചതിച്ചിട്ട് നടക്കുന്നൊരു മനുഷ്യനാണ്. അയാളുടെ തലപ്പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. അയാളാണ് പറയുന്നത് ചെണ്ട നമുക്ക് ആവശ്യമില്ല. നമുക്കറിയാം, തിരുവനന്തപുരത്തുള്ള ഒരു പ്രത്യേക സ്ഥലത്ത്, തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു പ്രത്യേക സ്ഥലത്ത്, വളരെ ഗുണ്ടാ സംസ്കാരം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾ മാനസാന്തര അനുഭവത്തിലേക്ക് വരികയും അവരൊരു ക്രിസ്തുവിനെ അറിയുകയും അവരാണ് ഈ കാര്യങ്ങളൊക്കെ ഈ ക്രൈസ്തവ അനുഭവത്തിലേക്ക് വന്ന് അവർ മാക്സിമം അതിനെ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്തതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല, എനിക്കിഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ മാർഗത്തിൽ നിന്നുകൊള്ളൂ എന്ന് പറയുന്ന ഏർപ്പാടുള്ള ആളുകളുണ്ട്. അവരോട് തികച്ചും നമുക്ക് പുച്ഛം തന്നെയാണുള്ളത്. തിയോളജിക്കൽ ഇൻസൈറ്റ് ഒന്നും കുറയുന്നില്ല. നമ്മളൊരു പ്രസംഗം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു എഴുത്തെഴുതുമ്പോൾ, നമ്മളൊന്നിനെ വിമർശിക്കുമ്പോൾ, ഒരാളുടെ കാഴ്ചപ്പാടിനെ നമ്മൾ ശരിയല്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ദൈവശാസ്ത്രപരമായ ഒരു മൂല്യച്യുതിയിലേക്ക് നമ്മളുടെ എഴുത്തോ ഒന്നും നീങ്ങുന്നില്ല. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ആളുകളൊക്കെ തന്നെ പണ്ട് പൊക്കിക്കൊണ്ട് നടന്ന പല ആളുകളും ഇന്ന് ഈ ബന്ധക്കോസ്ത് അനുഭവങ്ങൾക്ക് തികച്ചും വിരുദ്ധമായി സഞ്ചരിക്കും, ഇതിനെതിരെ കൃത്യമായി വർത്തമാനം പറയുകയും ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. അപ്പോൾ ഈ തിയോളജിക്കൽ ഇൻസൈറ്റ് ത്രൂ ലിറ്റററി ഫോം, അപ്പോൾ ഈ സാഹിത്യ രൂപത്തിലൂടെയുള്ള ദൈവശാസ്ത്രപരമായ ഒരു ഇൻസൈറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരിക്കലും ലിറ്റററി മെത്തേഡ് ഒരിക്കലും ഈ തിയോളജിയെ ഇഗ്നോർ ചെയ്യുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് ഇതെന്താണ് ചെയ്യുന്നത്, ലിറ്റററി എലമെന്റ്സ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് എക്സ്പ്ലോർസ് ഹൗ ലിറ്റററി ഫോംസ് കൺവേസ് തിയോളജിക്കൽ മീനിങ്സ്. ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങളെ എങ്ങനെ ലിറ്റററി രൂപങ്ങൾ കൈമാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്.
പ്രിയമുള്ളവരെ, നമ്മൾ ലിറ്റററി സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചത്. വളരെ വിശാലമായൊരു മേഖലയാണിത്. നിങ്ങൾക്കിത് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വീണ്ടും ഒരു വീഡിയോയിലൂടെ പിന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഇപ്പോൾ വിടവാങ്ങുന്നു.